മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങൾ ഒരേ സമയം തിയേറ്ററിലെത്തിയാൽ ആരാധകർക്ക് എന്നും അതൊരാവേശമാണ്. അത്തരത്തിൽ 90കൾക്ക് ശേഷം തിയേറ്ററിൽ ഏറ്റുമുട്ടിയ സൂപ്പർ താര ചിത്രങ്ങളും പിന്നീട് അവയ്ക്ക് എന്ത് സംഭവിച്ചുവെന്നും കാണാം. 91 ഓഗസ്റ്റിലായിരുന്നു കിലുക്കവും അനശ്വരവും ഏറ്റുമുട്ടിയത്. ഏവർക്കും അറിയാവുന്നതുപോലെ പ്രിയദർശൻ ചിത്രം കിലുക്കം മലയാളികളുടെ മനസ്സിലും അതോടൊപ്പം മലയാള സിനിമാ ചരിത്രത്തിന്റെ ഭാഗമായി തീരുകയായിരുന്നു. പരാജയമായിരുന്ന അനശ്വരം കിലുക്കത്തിന് ഒട്ടും വെല്ലുവിളി ഉയർത്തിയില്ല. അടുത്ത വർഷം ഓണത്തിനാണ് യോധ, പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്നീ ചിത്രങ്ങൾ റിലീസ് ചെയ്തത്. ആക്ഷൻ കോമഡി ചിത്രമായിരുന്നു യോധ എങ്കിൽ പപ്പയുടെ സ്വന്തം അപ്പൂസ് ഒരു ഹൈലി ഇമോഷണൽ ഫാമിലി മൂവിയായിരുന്നു. പപ്പയുടെ സ്വന്തം അപ്പൂസ് ഒരു വലിയ വിജയവും യോധ ആവറേജുമായി തിയേറ്ററിൽ. അടുത്ത വർഷം വിഷുവിനായിരുന്നു മലയാള സിനിമയിലെ ഏറ്റവും മികച്ച 2 ചിത്രങ്ങളായ വാത്സല്യവും ദേവാസുരവും റിലീസ് ചെയ്തത്. 2 ചിത്രങ്ങളും വലിയ വിജയമായിരുന്നെങ്കിലും ടോട്ടൽ കളക്ഷനിൽ ഒരൽപ്പം മുന്നിലായിരുന്നു ദേവാസുരം. ഇതേ വർഷം ക്രിസ്മസിനാണ് മണിച്ചിത്രത്താഴും ഗോളാന്തര വാർത്തയും എത്തിയത്. മണിച്ചിത്രത്താഴ് തിയേറ്ററിൽ പണം വാരി കൂട്ടിയപ്പോൾ ഒരു നല്ല ചിത്രമായിരുന്നിട്ടും ഗോളാന്തര വാർത്ത പിടിച്ചു നിൽക്കാനായില്ല. 1995 ഇറങ്ങിയ തച്ചോളി വർഗീസ് ചേകവർ, ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്നീ 2 ചിത്രങ്ങളും അത്ര മികച്ചതായിരുന്നില്ല. എങ്കിലും ഒരു അഭിഭാഷകന്റെ കേസ് ഡയറിയാണ് പിടിച്ചു നിന്നതും ആവറേജ് കളക്ഷൻ നേടിയതും. അടുത്ത വർഷം വിഷുവിനാണ് ഹിറ്റ്ലർ, കാലാപാനി എന്നീ 2 വലിയ ചിത്രങ്ങൾ എത്തിയത്. വളരെ മികച്ചതായിരുന്നു 2 ചിത്രങ്ങൾക്കും ലഭിച്ച അഭിപ്രായം. ഒടുവിൽ ബോക്സ് ഓഫീസ് കണക്കെടുക്കുമ്പോൾ ഹിറ്റ്ലർ ഒരു മെഗാ ഹിറ്റും കാലാപാനി ഒരു ഹിറ്റുമായി. 1998 വിഷു റിലീസായാണ് കന്മദവും ഒരു മറവത്തൂർ കനവും എത്തിയത്. കന്മദം ആദ്യ ദിനങ്ങളിൽ തിയേറ്ററിൽ മികച്ച കളക്ഷൻ നേടിയിരുന്നെങ്കിലും ലാൽ ജോസിന്റെ ആദ്യ ചിത്രമായ മറവത്തൂർ കനവ് ടോട്ടൽ കളക്ഷനിൽ ഒടുവിൽ വളരെ മുന്നിലെത്തിയിരുന്നു. 2 ചിത്രങ്ങളും ഹിറ്റായിരുന്നു. 2001 കണ്ട വലിയ റിലീസായിരുന്നു രാക്ഷസ രാജാവും രാവണപ്രഭുവും. മമ്മൂട്ടി പോലീസ് ഓഫീസറും മോഹൻലാൽ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന ശക്തമായ കഥാപാത്രവും എത്തിയ ചിത്രങ്ങളിൽ രാവണപ്രഭു ഒരു ബ്ലോക്ക് ബസ്റ്ററും രാക്ഷസ രാജാവ് ഒരു ഹിറ്റുമായി തീർന്നു. 2003 പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടും സിദ്ദിഖ് മമ്മൂട്ടി കൂട്ടുകെട്ടും ഏറ്റുമുട്ടിയപ്പോൾ മമ്മൂട്ടിയുടെ ഒരു തിരിച്ചുവരവിന് വഴിയൊരുക്കി ക്രോണിക് ബാച്ചിലർ. കിളിച്ചുണ്ടൻ മാമ്പഴം തിയേറ്ററിൽ പരാജയപ്പെട്ടപ്പോൾ ക്രോണിക് ബാച്ചിലർ ഒരു സൂപ്പർ ഹിറ്റായി തീർന്നു. ബ്ലെസ്സി എന്ന സംവിധായകന്റെ മാജിക് മലയാളികൾ കണ്ടു തുടങ്ങിയ വർഷമായിരുന്നു 2004. നാട്ടുരാജാവ് ഇനീഷ്യൽ കളക്ഷനിൽ മുന്നിലായിരുന്നെങ്കിലും കാഴ്ച കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തുകൂടി ഒരു വലിയ വിജയമായി തീർന്നു. 2005 മമ്മൂട്ടിയുടെ CBI സീരീസിലെ 4ാം ചിത്രമായ നേരറിയാൻ CBIയും ലാലേട്ടന്റെ നരനും ഏറ്റുമുട്ടിയപ്പോൾ ആരും കരുതിയില്ല നരൻ CBI ചിത്രത്തേക്കാൾ ഇത്ര വലിയ വിജയമായി തീരുമെന്ന്. നേരറിയാൻ CBIയും ആവറേജ് കളക്ഷൻ നേടിയിരുന്നു. 2006 ഓണം സീസണിൽ സൂപ്പർ താര ചിത്രങ്ങൾ തകർന്നടിഞ്ഞു. സൂപ്പർ താരങ്ങൾ മുട്ടുമടക്കേണ്ടി വന്നത് കേരളത്തിൽ തരംഗമായി മാറിയ ക്ലാസ്മേറ്റ്സ് എന്ന മനോഹര ചിത്രത്തിന് മുന്നിലാണ്. ക്ലാസ്മേറ്റ്സിന് ടിക്കറ്റ് കിട്ടാത്തവർ മാത്രമാണ് ഈ ചിത്രങ്ങൾ കണ്ടത്. ഫോട്ടോഗ്രാഫർ, പോത്തൻ വാവ എന്നീ 2 ചിത്രങ്ങളും നിരാശപ്പെടുത്തിയെങ്കിലും ജോഷി മമ്മൂട്ടി കൂട്ടുകെട്ടിലെ പോത്തൻ വാവ ഒരു ആവറേജ് വിജയമായി. ഹലോ, മിഷൻ 90 ഡേയ്സ് എന്നീ ചിത്രങ്ങളിൽ എന്റർടൈനറായ ഹലോ വലിയ വിജയമായി. റിയലിസ്റ്റിക്കായ നല്ല ചിത്രമായിരുന്നിട്ടും മിഷൻ 90 ഡേയ്സ് പരാജയപ്പെട്ടു. ഛോട്ടാ മുംബൈയും ബിഗ് ബിയും റിലീസായത് 2007 വിഷു സീസണിലാണ്. മലയാളത്തിലെ സ്റ്റൈലിഷ് ചിത്രമായ ബിഗ് ബി ആവറേജ് കളക്ഷൻ നേടിയപ്പോൾ ഫെസ്റ്റിവൽ ചിത്രമായ 2008 വിഷുവിനാണ് അണ്ണൻ തമ്പിയും ഇന്നത്തെ ചിന്താവിഷയവും ഏറ്റുമുട്ടിയത്. മാസ് എന്റർടൈനറായ അണ്ണൻ തമ്പി സൂപ്പർ ഹിറ്റായപ്പോൾ ഇന്നത്തെ ചിന്താവിഷയം ശരാശരിയിൽ ഒതുങ്ങി. ഏകദേശം ഒരേ രീതിയിലുള്ള കഥയുമായി ഇറങ്ങിയ പരുന്തും മാടമ്പിയും ഏറ്റുമുട്ടിയപ്പോൾ പരുന്ത് ബിലോ ആവറേജ് കളക്ഷനെ നേടിയുള്ളൂ. മാടമ്പി ആ വർഷത്തെ ഒരു വലിയ വിജയമായിരുന്നു. മലയാള സിനിമ ഏറ്റവും കാത്തിരുന്ന പഴശ്ശിരാജ റിലീസായത് 2009. കൂടെ മോഹൻലാലിന്റെ ഏഞ്ചൽ ജോണും. മമ്മൂട്ടി ചരിത്രപുരുഷനായപ്പോൾ തിയേറ്ററുകൾ നിറഞ്ഞൊഴുകി. ഏഞ്ചൽ ജോൺ വന്നതും പോയതും ആരും അറിഞ്ഞില്ല. മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമായാണ് പഴശ്ശിരാജ എന്ന വലിയ ചിത്രം തിയേറ്റർ വിട്ടത്. പ്രാഞ്ചിയേട്ടനും ശിക്കാറും എത്തിയത് 2010 സെപ്റ്റംബറിൽ. ആദ്യ ദിനങ്ങളിൽ ശിക്കാർ തകർത്തോടുകയും പിന്നീട് പ്രാഞ്ചിയേട്ടൻ കളം നിറയുന്നതുമാണ് കണ്ടത്. മികച്ച അഭിപ്രായം നേടിയ പ്രാഞ്ചിയേട്ടൻ കുറെ നാളുകൾക്ക് ശേഷമാണ് തിയേറ്റർ വിട്ടത്. കാണ്ഡഹാറും ബെസ്റ്റ് ആക്ടറും എത്തിയപ്പോൾ ബെസ്റ്റ് ആക്ടർ സൂപ്പർ ഹിറ്റായി. കാണ്ഡഹാർ ശരാശരിയിൽ ഒതുങ്ങിയപ്പോൾ ബെസ്റ്റ് ആക്ടർ തിയേറ്ററുകളിൽ ആളെ കൂട്ടി.
2012 ഡിസംബർ 21 വലിയ പ്രതീക്ഷയോടെ കർമ്മയോധ എത്തി. അതേ ദിവസമെത്തിയ ബാവുട്ടിയുടെ നാമത്തിൽ ആവറേജ് കളക്ഷൻ നേടിയപ്പോൾ കർമ്മയോധ ശരാശരിയിൽ താഴെ ഒതുങ്ങി. 2014 ഓണത്തിനായിരുന്നു രണ്ട് വലിയ റിലീസുകൾ. മോഹൻലാലിന്റെ കോമഡി എന്റർടൈനർ പെരിച്ചാഴിയും മമ്മൂട്ടിയുടെ മാസ് ചിത്രം രാജാധിരാജയും. ഇരു ചിത്രങ്ങൾക്കും മോശം റിവ്യൂസ് ആയിരുന്നെങ്കിലും മമ്മൂക്ക ലാലേട്ടൻ ഫാൻസ് ഇടിച്ചു കയറി ചിത്രങ്ങൾക്ക് ഭേദപ്പെട്ട വിജയം നേടിക്കൊടുത്തു. ഏറ്റവും ഒടുവിൽ 2015 ഓണത്തിന് ഒരുമിച്ചെത്തിയത് ഉട്ടോപ്പിയയിലെ രാജാവും വൻ പ്രതീക്ഷയോടെ എത്തിയ രഞ്ജിത്ത് മോഹൻലാൽ ചിത്രം ലോഹവും. ഇരു ചിത്രങ്ങളും നിലവാരം പുലർത്തിയില്ല. ലോഹം ആദ്യത്തിന് കളക്ഷനിൽ റെക്കോർഡിട്ടിട്ടും എബോ ആവറേജ് കളക്ഷനിൽ ഒതുങ്ങി. ഉട്ടോപ്പിയ പരാജയപ്പെട്ടു. മറ്റ് ചിത്രങ്ങളുടെ വിജയവും ഇതിന് കാരണമായി. 2016 ഒക്ടോബർ 7 ഇവർ വീണ്ടും എത്തുന്നു. ജോബനും മുരുകനും അംഗത്തിനിറങ്ങുമ്പോൾ തിയേറ്ററുകൾ പൂരപ്പറമ്പാകുമെന്ന് ഉറപ്പാണ്. ആര് ജയിക്കുമെന്ന് കണ്ടറിയാം. താരയുദ്ധത്തിൽ